ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബ്ലാസ്റ്റോസിസ്റ്റ് ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്, ഞങ്ങളുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി, എന്താ ചെയ്യാത്തത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്താണ്? IVF ചെയ്യണമെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന വേറെ ഒരു കൂട്ടരുമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ബ്ലാസ്റ്റോസിസ്റ്റിനെ പറ്റിയിട്ടുള്ള 7 രഹസ്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഇത് നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു കാര്യം ആരും നിങ്ങളോട് ഇതുവരെയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാൽ അത് ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം. എന്താണ് ബ്ലാസ്റ്റോസിസ്റ്റ്? IVFൽ ലാബിൽ എംബ്രിയോസിനെ ഗ്രോ ചെയ്യുമ്പോൾ അതിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഗ്ഗും സ്പേമും യുണൈറ്റ് ആയിട്ട് എംബ്രിയോ ഫോം ആക്കിയിട്ട് ആ എംബ്രിയോസിനെ Day 2 ഗ്രോ ചെയ്യിക്കും, എന്നിട്ട് Day 3 ഗ്രോ ചെയ്യിക്കും. എന്നിട്ടാണ് ഈ എംബ്രിയോ ബ്ലാസ്റ്റോസിസ് സ്റ്റേജിൽ എത്തുന്നത്. അതായത് Day 5ഉം Day 6ഉം. അതിൽ 2 പാർട്സ് ഉണ്ട്. ഒന്നാണ് ഇന്നർ സെൽ മാസ്, അതായത് അകത്തെ സെൽ. രണ്ടാമത്തെയാണ് ഔട്ടർ സെൽ മാസ്, അതായത് പുറത്തെ സെൽ. അപ്പോൾ അകത്തെ സെൽസിൽ നിന്നാണ് കുഞ്ഞുണ്ടാവുന്നത്, പുറത്തെ സെൽസിൽ നിന്നാണ് പ്ലാസന്റ ഫോം ആകുന്നത്. അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ ആദ്യത്തെ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൽ ഇംപ്ലാന്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്ലാസ്റ്റോസിസ്റ്റിന് ഇംപ്ലാന്റേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. എത്ര എംബ്രിയോസ് ഉണ്ടോ അതിൽ ബെസ്റ്റ് എംബ്രിയോ മാത്രമാണ് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റോസിസ് ഇംപ്ലാന്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സീക്രട്ട് ആണ് ഇംപ്രൂവ് സെലക്ഷൻ പ്രോസസ്. സപ്പോസ് നിങ്ങൾക്ക് 7 എംബ്രിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിൽ ബെസ്റ്റ് ഏതാണെന്ന്? ഒരു പക്ഷേ നമ്മൾ ലാബിൽ അതിനെ മുന്നോട്ട് ഗ്രോ ചെയ്യിപ്പിച്ചാൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് എംബ്രിയോസ് ആണ് ബെസ്റ്റ് എന്ന്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് എംബ്രിയോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ എംബ്രിയോസും ഗ്രോ ആയില്ലെങ്കിൽ എംബ്രിയോസ് ഒക്കെ നഷ്ടമാകും. നിങ്ങളുടെ 3 എംബ്രിയോസ് ഒക്കെ നല്ലതാണെങ്കിൽ അപ്പോൾ ബ്ലാസ്റ്റോസിസ് വരെ അതിനെ നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇൻക്യുബേറ്റർ നിങ്ങളുടെ യൂട്രസ് ആണ്. ഇൻക്യുബേറ്റർ ലബോറട്ടറിയിലും ഉണ്ട്. 2 ഇൻക്യുബേറ്ററും നല്ലത് തന്നെയാണ്. അപ്പോൾ എംബ്രിയോസ് ഒരുപാടില്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ് വരെ എംബ്രിയോസിനെ ഗ്രോ ചെയ്യിപ്പിക്കാതെ തന്നെ Day 3 ട്രാൻസ്ഫറോ Day 2 ട്രാൻസ്ഫറോ ചെയ്യും. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഒരു സീക്രട്ട് ആണ് ഹയർ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ റേറ്റ്സ്. ഒരുപാട് പ്രാവശ്യം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് മതി എന്ന്. നോർമലി Day 2 അല്ലെങ്കിൽ Day 3 എംബ്രിയോസ് 3ഓ 2ഓ എംബ്രിയോസ് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് എത്ര എംബ്രിയോസ് ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു എംബ്രിയോ എങ്കിലും അതിൽ നിന്ന് ഇംപ്ലാന്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് മതി എന്ന് പറയുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് എംബ്രിയോസിനെ ബ്ലാസ്റ്റോസിസ്റ്റ് ആക്കിയിട്ട് അതിൽ നിന്നും ഏറ്റവും നല്ല എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ അപ്പോൾ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ബ്ലാസ്റ്റോസിസ്റ്റിൽ നല്ല സക്സസ് റേറ്റ് ആണ്. നെക്സ്റ്റ് ഒരു സീക്രട്ട് ആണ് ഇൻക്രീസ്ഡ് ഫ്രീസ് ഓൾ സ്ട്രാറ്റജി. ചിലപ്പോഴൊക്കെ നമ്മൾ ആ സൈക്കിളിൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല ചില കണ്ടീഷൻസ് കൊണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എംബ്രിയോസിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ എപ്പോഴും ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ ബ്ലാസ്റ്റോസിസ് ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിലാണ് പ്രഗ്നൻസി റേറ്റ് കൂടുന്നതായിട്ടാണ് റിസർച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് ഒരു സീക്രട്ട് ആണ് പേഴ്സണലൈസ്ഡ് ടൈമിംഗ് ആൻഡ് സിങ്ക്രണി. യൂട്രസിന്റെ അകത്തെ ലൈനിങ് അതിൽ ഒരു ഇംപ്ലാന്റേഷൻ വിൻഡോ ഉണ്ട്, ഒരു ടൈമിംഗ് ഉണ്ട്. ആ ഒരു സമയത്ത് എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്താൽ ഇംപ്ലാന്റേഷൻ 100% നടക്കും. അപ്പോൾ ആ പേഴ്സണലൈസ്ഡ് ടൈമിംഗിൽ വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് എല്ലാവരിലും ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നല്ലതാണോ എന്ന്. അല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എംബ്രിയോസ് ഒരുപാട് നല്ല ക്വാളിറ്റിയിലാണ്, ലാബ് നല്ലതാണ് എങ്കിൽ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എംബ്രിയോ ക്വാളിറ്റി നല്ലതല്ല എങ്കിൽ ബ്ലാസ്റ്റോസിസ് വരെ ചിലപ്പോൾ ആ എംബ്രിയോസ് ഗ്രോ ആകില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സീക്രട്ട് ആണ് എല്ലാവരിലും ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്യണോ എന്ന്. വേണ്ട എന്നാണ് അതിൻ്റെയും ഉത്തരം. ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ഒരുപാട് നല്ലതാണ്, എല്ലാവരിലുമല്ല. എംബ്രിയോസ് ഒരുപാടുണ്ടെങ്കിൽ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ നല്ലതാണ്.
കാരണം ബെസ്റ്റ് എംബ്രിയോസ് ആണ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സെലക്ഷൻ ആകും. എൻഡോമെട്രിയൽ ലൈനിങ് നല്ലതായി പ്രിപ്പയർ ആയെങ്കിൽ ഇംപ്ലാന്റേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എംബ്രിയോസ് ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. ബട്ട് അപ്പോഴും നിങ്ങളുടെ ഡോക്ടറിന്റെ ഉപദേശം എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.